നമസ്കാരം, വണക്കം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. അടുത്തിടെ ജസ്ന സലീം എയറിലാണല്ലോ. ജസ്നയെ പോലെ ഈ അടുത്ത കാലത്ത് ലൈം ലൈറ്റിൽ വന്നവർ വളരെ ചുരുക്കമാണ്. കാരണം മറ്റൊന്നുമല്ല, ഒരു മുസ്ലിമായിട്ട് ജനിച്ച ജസ്ന സലീം കൃഷ്ണൻ്റെ ഫോട്ടോ ഒക്കെ വരച്ച് കണ്ടപ്പോഴേക്കും ആളുകൾക്കത് വളരെ ഇഷ്ടമായി. കാരണം ജാതിയോ മതമോ ഒന്നും നോക്കാതെ ഇതൊക്കെ ചെയ്യുന്ന ഒരു മനസ്സ് പുള്ളിക്കാരിക്ക് ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്. അങ്ങനെ ഒരു ചിന്ത അല്ലെങ്കിൽ വിചാരം ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് ജസ്നയ്ക്ക് കഴിഞ്ഞു. ഞാൻ തട്ടം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതെന്തിനാണ് എന്നറിയാൻ കുറേ മതം തലക്ക് പിടിച്ച കുറച്ചാൾക്കാർക്ക് അറിയണം പോലും. പിന്നെ ജസ്ന അതോടെ എയറിലായി. ആളുകൾക്ക് പിന്നീട് ഇവരുടെ തനി നിറം മനസ്സിലാകുകയും ചെയ്തു. ഞാൻ എന്തിനാണ് തട്ടം ഉപേക്ഷിച്ചത് ഉണ്ടായിരുന്നു. പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതെന്തിനാണ് എന്നറിയാൻ കുറേ മതം തലക്ക് പിടിച്ച തീവ്ര ചിന്താഗതിയുള്ള കുറച്ചാൾക്കാർക്ക് അറിയണം പോലും. ഞാൻ എന്തിനാണ് തട്ടം ഉപേക്ഷിച്ചത്, എന്താണതിന് നീ അറിയാൻ ആഗ്രഹമുണ്ടേ അത് പറയാ എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തല്ലേ? മുസ്ലിം മതസ്ഥരുടെ ദ്രോഹം സഹിക്കാനാവാത്തതുകൊണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ പല തവണ പല സ്ഥലങ്ങളിൽ എനിക്കും എൻ്റെ മക്കൾക്കും അനുഭവിക്കപ്പെടേണ്ടി വന്നിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ഈ കൃഷ്ണന്റെ ഫോട്ടോ വരച്ചതിന് ഇവർക്ക് ധാരാളം വിമർശനങ്ങളും നേരിടേണ്ടി വന്നു. പക്ഷേ ഇതൊക്കെ വെച്ചിട്ട് അവർക്ക് നന്നായിട്ട് ആളുകളെ മുതലെടുക്കുവാനായിട്ട് സാധിച്ചു. ഇപ്പോൾ ജസ്ന രംഗത്ത് വന്നിരിക്കുന്നത് മറ്റൊന്നുമില്ല, പുതിയ ഒരു കാര്യവും പറഞ്ഞിട്ടാണ്. അതായത് മുസ്ലിം മതം ഉപേക്ഷിച്ചു എന്നൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്. സാധാരണ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഗുരുവായൂർ അമ്പലത്തിൽ ഒരുപാട് വിശ്വാസികൾ പ്രാർത്ഥിക്കാനൊക്കെ പോകാറുണ്ട്. പക്ഷേ അവിടെ ചെന്ന് അവർ ഇതുപോലെയുള്ള പ്രകടനങ്ങളോ പ്രഹസനങ്ങളോ ഒന്നും കാണിക്കാറില്ല. ഇവർ മാത്രമേ ഉള്ളൂ ഇതൊക്കെ ചെയ്യുന്നത്. അവിടെ ഗുരുവായൂർ അമ്പലത്തിൽ പോവുക, കേക്ക് മുറിക്കുക, പിന്നെ അടുത്തവരുമായിട്ട് വഴക്കൊക്കെ ഉണ്ടാക്കുക, വീഡിയോ എടുക്കുക, ഇതൊക്കെ കൂടി വലിയ കാട്ടിക്കൂട്ടലുകളാണ് സാധാരണ പുള്ളിക്കാരി ഗുരുവായൂരിലൊക്കെ ചെന്നിട്ട് ചെയ്യുന്നത്. അമ്പലത്തിലെ വിശുദ്ധിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ഒരു പ്രകടനമൊക്കെ കാണിക്കുന്നത് വഴി ഭക്തി സാന്ദ്രമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെ പുള്ളിക്കാരി കളഞ്ഞു കുളിക്കുകയാണ് ചെയ്യുന്നത്. ആ രീതിയിലാണ് ഇവർ പല കാര്യങ്ങളും അവിടെ ചെയ്തു കൂട്ടുന്നത്. പുള്ളിക്കാരി റീച്ചിന് വേണ്ടി ഇതുപോലെയുള്ള പലതും ചെയ്യാറുണ്ട് എന്നുള്ളത് ജനങ്ങൾക്കും ബോധ്യമായി. കാരണം ഇതിന് മുമ്പും ശരി പല തവണ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോയിട്ടതുപോലെ ഓരോരോ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി അവിടെ ചെന്ന് കാണിക്കാറുണ്ട്. റീൽസ് എടുക്കലും ആകെ മൊത്തം ഒരു വലിയ ബഹളം തന്നെയാണ് ആ ക്ഷേത്ര പരിസരത്തിലൊക്കെ പോയാൽ ഈ പുള്ളിക്കാരി കാണിച്ചു കൂട്ടുന്നത്. ഇപ്പോഴത്തെ അടുത്തത് പുതിയ ഒരു ഉഡായിപ്പിലാണ് പുള്ളിക്കാരി. അതിനെക്കുറിച്ചിട്ട് ഇപ്പോൾ ധാരാളം കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്. അതൊക്കെ ഈ അങ്ങനെ ചിന്തിക്കുന്ന കുറച്ചിലെത്തിയിട്ടുണ്ട്. അത് ദൈവ സാന്നിധ്യം ഒന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഒരുപാട് ബിസിനസ്സുകൾ തുടങ്ങി പൊട്ടിപ്പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർ തട്ടമിട്ടും ഇടാത്തവരും ഉണ്ട്. മതത്തിൽ നിന്ന് പോയോലും അന്യമതസ്ഥരെ വിവാഹം കഴിച്ചവരും ഉണ്ട്. അവർക്കൊന്നും ഇല്ലാത്ത ലക്ക് എനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയുന്നത് പോണം തട്ടമിട്ടത് കൊണ്ട് മാത്രമല്ല. ഞാൻ വരയ്ക്കുന്ന ഫോട്ടോയിൽ ഒരു ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ തട്ടം ഉപേക്ഷിച്ചു എന്നതാണ് പുതിയ ഒരു പ്രഖ്യാപനം പുള്ളിക്കാരിയുടെ. ഇനിയിപ്പോൾ ഓരോ വിവാദങ്ങളിൽ ഇങ്ങനെ കാര്യങ്ങൾ കൊഴിഞ്ഞു മറിയുമ്പോഴേക്കും ഇപ്പോഴും ജസ്ന തോൽക്കാൻ തയ്യാറല്ല. പൂർവാധികം നല്ല വാശിയോടെ തന്നെയാണ് പുള്ളിക്കാരി ഇപ്പോൾ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. ഈ പുള്ളിക്കാരി കാണിക്കുന്നതൊക്കെ ഒരു അറ്റൻഷന് വേണ്ടിയിട്ടോ ഒരു പബ്ലിക് ഒരു ഇതിന് വേണ്ടിയിട്ടോ ഒക്കെ ആണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. ഇപ്പോൾ പബ്ലിക്കിന് ഒന്ന് അട്രാക്റ്റ് ചെയ്യിക്കാനും അവരുടെ മുമ്പിലൊക്കെ ലൈം ലൈറ്റിൽ വരാനും ഒക്കെ ഇതുപോലത്തെ ഓരോരോ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയാറുണ്ട് എന്നുള്ളതാണ് ആളുകൾ പൊതുവെ പറയുന്നത്. അപ്പോൾ ഈ അടവ് എന്തായാലും നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു അടവാണ്. തട്ടത്തിൻ്റെ പേരിലെ ബുദ്ധിമുട്ടിനെ കുറിച്ചിട്ടൊക്കെ പുള്ളിക്കാരി ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തെങ്കിലും കാരണത്തിന് ഈ മുസ്ലിം പള്ളിയിൽ പോയിട്ടുണ്ടാവും. ഒന്നും വേണ്ട, ഇനി നേർച്ച സമയത്ത് ചോറ് വാങ്ങാനാണെങ്കിൽ പോലും പോയിട്ടുണ്ടാവും.
എൻ്റെ ഒരു ഓർമ്മ വെച്ച കാലം തൊട്ട് ഞാൻ പോകുന്നൊരു പള്ളിയാണ് ഒടുങ്ങാക്കാട് പള്ളി. എനിക്ക് ആ പള്ളി വിട്ടിട്ടുള്ള ഒരു കളിയില്ലായിരുന്നു മക്കളെ. പള്ളിയായിരുന്നു എനിക്കെല്ലാം. അവിടുത്തെ ആളായിരുന്നു ഞാൻ അത്രമേൽ വിശ്വസിക്കുന്ന ഒരാൾ എന്ന് പറയുന്നത്. പക്ഷേ ഒടുങ്ങാക്കാട് പള്ളിയിൽ ഒരു സൈഡിൽ അന്യമതസ്ഥർക്ക് എന്താ പുറത്ത് മതസ്ഥരെ പറയാം, ഹിന്ദു മതസ്ഥർക്ക് കയറി ചെല്ലാനുള്ള ഒരു സ്പേസ് അവിടെ ഒഴിച്ചിട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇന്നോളം കണ്ടിട്ടില്ല അവരൊരു പള്ളിയിലല്ലേ വരുന്നത് എന്ന് കരുതിയിട്ട് അവരവരുടെ പൊട്ടെടുത്ത് മാറ്റി തട്ടം തലയിൽ നിന്ന് മാറ്റിയിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇനിയിപ്പം നേർച്ച സമയത്ത് ഇപ്പം ഭീമാ പള്ളിയിലൊക്കെ നേർച്ച ഉണ്ടാവാറില്ലേ, അങ്ങനെ പിടിച്ച് ഒരുപാട് ഇവിടെ തോരായി ഭയങ്കര നേർച്ചയാണ് ഉണ്ടാവാറ്. അവിടെയൊക്കെ ഹിന്ദു മതസ്ഥർക്കും അന്നദാനമുണ്ട്. ആ അന്നദാനം മേടിക്കാൻ വരുന്ന ഒരൊറ്റ ഹിന്ദു മതസ്ഥനും ഊരിയിട്ട് തട്ടമിട്ട് വന്ന് ഞാൻ കണ്ടിട്ടില്ല. ഇനി ആണുങ്ങളാണെങ്കിൽ പോലും തൊപ്പി തലയിൽ വെച്ചിട്ട് വന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഇങ്ങനത്തെ ഫേമസ് ആയിട്ടുള്ള പള്ളികളിലൊക്കെ ഹിന്ദുക്കൾക്ക് തട്ടമിടാതെ പോവാമെങ്കിൽ ഒരു അമ്പലത്തിൽ ഞാൻ പഠിച്ച ഒരു പാഠം പോലെ ഒരു തട്ടമിട്ട് പോയതാണോ ഇത്ര വലിയ തെറ്റ്? ഒരുപാട് പള്ളിയിലത്തെ കുറേ കാര്യങ്ങളിലും അമ്പലത്തിൽ തട്ടമിട്ട് പോകുന്നതാണോ തെറ്റ് എന്ന് ജസ്ന ചോദിക്കുന്നുണ്ട്. കാരണം സാധാരണ ഈ ഹിന്ദുക്കളായിട്ടുള്ളവരൊക്കെ പള്ളിയിൽ പോകുമ്പോഴേക്കും പൊട്ട് എടുക്കുകയോ അവരുടെ സാധാരണ രീതിയിലുള്ള ഒരു ഔട്ട്ലുക്ക് മാറ്റുകയോ ഒന്നും ചെയ്യാതെയാണല്ലോ അവരൊക്കെ പോകുന്നത്. അതുപോലെ തന്നെ ജസ്ന തട്ടമൊക്കെ ഇട്ടുകൊണ്ട് അമ്പലത്തിൽ പോയാൽ എന്താണ് പ്രശ്നം എന്ന് പുള്ളിക്കാരുടെ ചോദ്യം ശരിക്കും ന്യായം തന്നെയാണ്. പക്ഷേ മറ്റുള്ളവർ സാധാരണയുള്ള ആൾക്കാരൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവരൊരു ആരാധനാലയത്തിൽ അവർ പോകുമ്പോഴേക്കും അവിടുത്തെ ചിട്ടകളും പതിവുകളും ഒക്കെ അനുസരിച്ചിട്ട് അവർ മാന്യമായിട്ട് അവിടെ നോക്കി നടക്കുന്നു, അവിടുത്തെ കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുകയും തിരിച്ചു വരികയും ചെയ്യുന്നു. പക്ഷേ കൃത്യമായിട്ടും ഇതൊന്നും ചെയ്യാത്ത ഒരു പരിപാടിയാണ് ജസ്നയ്ക്കുള്ളത്. അവർ അവിടെ ചെന്നിട്ട് പബ്ലിസിറ്റിക്കോ പല കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടുകയൊക്കെ ചെയ്ത് സാധാരണ ആളാകാനുള്ളൊരു ശ്രമമൊക്കെയാണ് ഈ ജസ്ന ചെയ്യുന്നത്. തട്ടവും ഒക്കെ ഇട്ടിട്ട് ക്ഷേത്രത്തിൽ പോയാലും അവിടെ ഒരുപാട് പ്രകടനങ്ങളും കാട്ടിക്കൂട്ടി പ്രശ്നങ്ങളൊക്കെ ക്ഷണിച്ചു വരുത്തി ഒരുപാട് ഇത് കോടതിയിലും കേസും പ്രശ്നങ്ങളും ഒക്കെ ആക്കി വലിയ രീതിയിൽ തന്നെ ഈ നെഗറ്റീവ് പബ്ലിസിറ്റി കാരണം പുള്ളിക്കാരി ഏറലാവാറുണ്ട്. പിന്നെ നമ്മുടെ നാടാകട്ടെ പ്രത്യേകിച്ച് പറയേണ്ടല്ലോ, എല്ലാ ജാതിക്കാരും മതത്തിൽപ്പെടുന്നവരും ഒക്കെ ഒത്തൊരുമയോടുകൂടി സന്തോഷത്തോടെ സൗഹാർദ്ദത്തോടെയും ജീവിക്കുന്ന ഒരു ചുറ്റുപാടാണ് നമ്മൾക്കുള്ളത്. അപ്പോൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ കൊണ്ട് വരികയും പുറത്ത് ഇതുപോലെയൊക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴേക്കും എല്ലാവരുടെയും നടുവിൽ അതൊരു വിള്ളലും വേർതിരിവും ഒക്കെ അത് ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനാണോ ഈ പുള്ളിക്കാരിയുടെ ശ്രമം എന്ന് ചിലപ്പോഴൊക്കെ കാണുന്നവർക്ക് സംശയം തോന്നാറുണ്ട്. അപ്പോഴും എന്തായാലും ഈ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ഉടായിപ്പുകളൊക്കെ ആയിട്ട് അവർ വരികയും പിന്നെ ആരെങ്കിലും അതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അതിനടുത്ത വീഡിയോയുമായിട്ട് പുള്ളിക്കാരി ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കൂട്ടാറുണ്ട്. എന്താണ് ഈ പുള്ളിക്കാരിയുടെ പ്രശ്നം എന്നുള്ളത് മനസ്സിലാകുന്നില്ല. എന്തായാലും ഇനി അടുത്തത് എന്താണ് ഉടായിപ്പം കൊണ്ട് പുള്ളിക്കാരി രംഗത്ത് വരുന്നത് എന്ന് കാത്തിരുന്ന് കാണാനാണ്. പലർക്കും ഇപ്പോൾ ഇവരുടെ വീഡിയോസോ ഇവരെ കുറിച്ചിട്ട് സംസാരിക്കുന്നത് കേൾക്കുന്നത് തന്നെ ഇഷ്ടമല്ലാത്ത ഒരുപാട് കമൻസ് ധാരാളം പേര് അയക്കുന്നുണ്ട്. അപ്പോൾ അത്രയധികം ഇവർക്കൊരു നെഗറ്റീവ് പബ്ലിസിറ്റി, ഇവർക്കെതിരെ ഒരുപാട് വിവാദങ്ങളൊക്കെ വന്നതോടുകൂടി ഒരു നിൽക്കക്കള്ളിയില്ലാത്തൊരു അവസ്ഥയിലോട്ടാണ് ഇവരിപ്പം പോയിരിക്കുന്നത്. ഇതുപോലെ ഓരോന്നൊക്കെ പൊക്കി പിടിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ രംഗത്ത് വരുമ്പോഴേക്കും ഈ കാണുന്നവരും ചുമ്മാതിരിക്കും, അവരും തിരിച്ച് നല്ല രീതിയിൽ തന്നെ തിരിച്ച് പറയുന്നുണ്ട്. ആകപ്പാടെ ഇപ്പോൾ പ്രശ്നങ്ങളിലൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. ഈ ഒരു വിഷയം കണ്ടപ്പോഴേക്കും കുറേ കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻസ് മറക്കാതെ അറിയിക്കുക. ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.